അടുത്ത സംഭവത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമസ്കാരം ചേട്ടാ. ചേട്ടനാണോ ഇതിൻ്റെ? അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. ഇവിടെ എന്താ എന്തുണ്ടായിക്കൊണ്ടിരിക്കണേ? ഗ്രീൻ പീസ് മസാല. എന്താ ശരിക്കും? മുട്ട, കടല, ഉള്ളി, ഇറച്ചി മസാല, മുട്ട എല്ലാം കൂടി ചേർത്ത് ഇതാക്കിയത്. ചിക്കൻ എടുക്കാണല്ലേ. ചേട്ടൻ്റെ പേരെന്താ? അബ്ദു. അപ്പം എത്ര നാളായി ഇത് ഇവിടെ? 15 വർഷമായി. 15 വർഷമായിട്ട് ഇവിടെ നമ്മുടെ അബ്ദുക്കെ ഇവിടെ ഉണ്ട്. ഇത് കൂടാണ്ട് ഇതൊക്കെ ഇതെന്താ? ഇത് കല്ലുമ്മക്കായി അല്ല, ഇത് പൊരിച്ചു വെച്ചേക്കാം. ബട്ടർഫ്ലൈ പോലെ എങ്ങനെ എടുത്ത് പൊരിച്ചു വെച്ചേക്കാം. ഇത് എന്ത് ചെയ്ത് വെച്ചേക്കാം ശരിക്കും? അരിമാവ് ആണല്ലേ. അത് ഇതിനകത്ത് നമ്മുടെ കല്ലുമ്മക്കായ ഉണ്ട്. ഇതെല്ലാം കൂടി ഇത് പൊരിച്ചെടുക്കുക. ഈ അരിമാവിൽ എന്തൊക്കെയാ ചേർത്തിട്ടുണ്ടല്ലോ? മസാലകളല്ലേ? മുളക്, ഇറച്ചി മസാല ഒക്കെ ചേർത്ത് മാവ്. അരിമാവല്ലേ? അരിമാവാണ്. അപ്പോൾ അതിലേക്ക് നന്നായിട്ട് തിരുമ്മി മറ്റേതിനകത്ത് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട്. പെരുംജീരകം. ഇതിപ്പോൾ പ്ലേറ്റ് കണക്കാണ് കൊടുക്കും. എന്തായാലും ഇതും കൂടി കഴിക്കാം. ഇതിപ്പോൾ ആയി ആവുന്നല്ല ആയി. ഇത് കുരുമുളക് ഇടാ. കഴിക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ്. സ്പൂണിട്ട് അങ്ങോട്ട് കഴിക്കുക. അത് കണ്ടോ? നിങ്ങളുടെ പേരെന്താണ്? ഗ്രീൻ പീസ് മസാല. നമ്മൾ സാധാരണ ഗ്രീൻ പീസ് മസാല, പീനട്ട് മസാല ഒക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെയാണ്. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പ്രതീക്ഷ വരരുത്. ഇത് എപ്പോഴൊക്കെ ഏതൊക്കെ സമയങ്ങളോ പുതിന ഇട്ടതിൻ്റെ പുതിയ മല്ലിയുടെ ഇട്ടുണ്ട്, മുട്ട ചിക്കൻ്റെ ഇട്ടുണ്ട്. ആദ്യം ഇട്ടാൻ കഴിയുന്നത്. നമ്മൾ എപ്പോൾ തൊട്ടുണ്ട്? രാവിലെ തിരക്കുണ്ട്. വേറെ എന്തൊക്കെ സ്പെഷ്യാലിറ്റി? വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി? ചായ, പരിപ്പട, പത്തിരി, നമ്മളെ ഇതിന്റെ പേരെന്തായിരുന്നു? സ്പെഷ്യൽ. ഇത് നമ്മൾ ഗ്രീൻ പീസ് മസാല ഇവിടുത്തെ സ്പെഷ്യൽ. ആ ചൂടോടെ വന്നത് ഇങ്ങനെ കഴിക്കുക. അതായത് ഇത് കഴിച്ചിട്ട് നമ്മളിനി അടുത്ത പ്രദേശങ്ങളിലോട്ടും പുതിയ പുതിയ സംഭവങ്ങളോട്ടും നടന്ന് നീങ്ങി കഴിക്കാൻ പോയി. ഇപ്പം എന്താ ചേട്ടാ, ഞാൻ ഈ അടുത്തടുത്ത സംഭവങ്ങളിലേക്ക് നോട്ടെ. ഇനി ഐസാണോ എന്താണ് കാത്തിരിക്കാൻ പോണെന്ന് അറിയില്ല. എങ്കിലും പോവാണെങ്കിൽ അയ്യോ പൈസ എടുത്തായിരുന്നു ചേട്ടാ. പൈസ താങ്ക് യു. എന്നാ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. പൈസ ബാക്കിയും കിട്ടി. നമുക്കിനി ഇങ്ങോട്ട് നടക്കാം. ഇവിടെ കരിക്കൊക്കെ എടുത്ത് ചെത്തി വയ്ക്കുന്ന ആൾക്കാരുണ്ട്. കരിക്ക് ആവശ്യമുള്ളവർക്ക് കരിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ കളിപ്പാട്ടത്തിൻ്റെ കടയൊക്കെ ഉണ്ട്. പിള്ളേർ, കുട്ടി പിള്ളേർ, കുഞ്ഞു കുഞ്ഞു പിള്ളേരൊക്കെ വന്നിട്ട് അവർക്ക് വേണ്ടി കളിപ്പാട്ട കടയൊക്കെ ഉണ്ട് ഇതിൻ്റെ പുറത്ത്. അങ്ങനെ നമ്മുടെ ബീച്ച് തൊട്ടുകൂട്ടങ്ങളൊക്കെ കഴിഞ്ഞ്, അതായത് ഐസ് ചുമ്പിയത് കഴിച്ചു, ഉപ്പിലിട്ടത് കഴിച്ചു, പിന്നെ കുൾഫി കഴിച്ചു, മറ്റേ നമ്മുടെ കല്ലുമ്മക്കായുടെ എന്തോ സംഭവം കഴിച്ചു, ഗ്രീൻ പീസ് മസാല കഴിച്ചു. ഇങ്ങനെ എല്ലാം തൊട്ടുകൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത സ്ഥലം ഇപ്പം നമുക്ക് നേരിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയി എന്തൊക്കെയാണ് തൊട്ട് നോക്കാൻ പറ്റുന്നത്, തൊട്ട് കൂട്ടാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഞാൻ എന്തായാലും കുറച്ച് നേരം ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ, എന്നിട്ട് അങ്ങോട്ട് പോവാം.
ഇദ്ദേഹത്തെ പരിചയം നോക്കിയേ. ഇദ്ദേഹമാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമയാണിത്. ഇത് ഇപ്പോൾ മാനാഞ്ചിറ മൈതാനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ നേരെ പുറകിലത്തെ അതാണ് മാനാഞ്ചിറ മൈതാനം. ശരിക്കും ഈ കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ടും ആൾക്കാർ പറയുന്നത് കേൾക്കുന്നതും 1-2 പേരുകളുണ്ട്. മാനാഞ്ചിറ മൈതാനം, നമ്മൾ നേരത്തെ പോയ ബീച്ച്, മിഠായി തെരുവ്, ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ മാനാഞ്ചിറ മൈതാനം എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രതിമയുടെ ബാക്കിലാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പോകുന്ന വഴിയാണ് മിഠായി തെരുവ്. എല്ലാവർക്കും ഒരു ഡൗട്ടുണ്ട്, ഈ മിഠായി തെരുവ് എന്നുള്ളത് മിഠായി കിട്ടുന്ന തെരുവാണോ അതോ വേറെ എന്തെങ്കിലും ആണോ ഡൗട്ടുണ്ട്. അത് എനിക്കും ഉണ്ട്. നമ്മൾ മിഠായി തെരുവിനെ കുറിച്ച് കാരണം കേട്ടിട്ടുണ്ട്. കാരണം ഇവിടെ കുറേ നാൾ മുമ്പ് ഇവിടെ തീപിടുത്തമൊക്കെ ഉണ്ടായി, കുറേ പേര് മരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സ്ഥലം തന്നെയാണിത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ പോവാണ്. അങ്ങ് അറ്റത്ത് അലുവയൊക്കെ കിട്ടുന്ന ഒരിടം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ അതിനു മുമ്പ് ഇവിടെ ഒരു നല്ല ജ്യൂസ് സെൻ്റർ ഉണ്ട്. ആ ജ്യൂസ് സെൻ്റർ കലണ്ടൻസ് ജ്യൂസ് സെൻ്ററാണ്. അവിടെ പോയി നമുക്ക് ഓരോ ജ്യൂസ് അങ്ങോട്ട് കാച്ചിട്ട് പോയാലോ അല്ലേ? അപ്പോൾ അത് കുടിച്ചിട്ട് നമുക്ക് നേരെ മിഠായി തെരുവിൽ എടുക്കാം.